ട്രിവാൻഡ്രത്ത് 4 ബെഡ്റൂമുള്ള ഒരു കിടിലൻ വീടാണ് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ തച്ചോട്ടാവ് ജംഗ്ഷൻ്റെ അടുത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്കൊരു 12 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഭാഗത്ത് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഒരു 4 ബെഡ്റൂമുള്ള ഒരു 2 നില വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു വീട് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണ്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു 3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് ഉണ്ട്. കൂടാതെ ഇത് കയറി വരുന്ന വഴിയുണ്ടോ, ഇവിടെ ഉണ്ട് ഒരു വലിയ ഒരു ലോറി ഒരു നമുക്ക് കയറി വരുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വഴി ഫുള്ളും തന്നെ നാളെ ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത ഇവിടെ ഇൻ്റർലോക്കിൻ്റെ സംഭവം എല്ലാം തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴി ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ധാരാളം ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഈ 2 സ്ലൈഡിങ് ഗേറ്റാണ് നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വീടിൻ്റെ ഒരു വൈഡ്നെസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഗേറ്റ് തുറന്ന് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഗേറ്റ് തുറക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഫ്രണ്ടിലത്തെ വ്യൂ വരുന്നത്. കണ്ടോ, ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിനി ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെയാണ് വരാനുള്ളത്. പിന്നെ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് 4,750 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയേൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂമും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ കണ്ടോ ഒരു വലിയ SUV കാർ വരെ നമുക്ക് നിൽക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു കാർ ഇടാം. ഇവിടെ നമുക്കൊരു 2 കാർ വരെ നമുക്ക് ഇടാൻ വേണ്ടിയുള്ള സ്പേസ് കണ്ടോ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ഫ്രണ്ട് ഏരിയ വരുന്നത്. അപ്പോൾ പല ഭാഗത്തായിട്ട് നമുക്ക് ഗാർഡൻ പ്രൊവിഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് രണ്ടും തന്നെ നമുക്കുണ്ട്. കണ്ടോ ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഡീറ്റെയിൽ ആയിട്ട് കാണാം. കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീടിനൊരു വാട്ടർഫാളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കോർട്ട്യാർഡിൽ. നമുക്ക് അതൊക്കെ വീടിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് കാണാം. കണ്ടോ ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലുള്ള എലിവേഷൻ എല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലൊക്കെ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയൊരു ഗാർഡൻ പ്രൊവിഷൻ ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ഗാർഡൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇവിടെ നമുക്ക് കയറാൻ വേണ്ടി എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അതല്ല നമുക്ക് വീടിൻ്റെ അകത്തൂടെ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയാണ് ഒരു വാട്ടർഫാൾ കൊടുത്തിട്ടുള്ളത്. കണ്ടോ ഇപ്പോൾ ഒരു കോർട്ട്യാർഡ് ഏരിയയിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്കത് വീടിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച ചേർക്കുകയാണ്. നമുക്കിവിടെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. നമുക്ക് 14x6 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ടുള്ളത്. കണ്ടോ നല്ല സ്പേസ് നമുക്ക് അത്യാവശ്യം കാണാൻ സാധിക്കും. പിന്നെ ബാക്കിൽ ഇവിടെ വാൾട്ടയിലാണ് ഈ ഭാഗത്ത് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ വീണ്ടും ഉള്ളിലോട്ടുള്ള കാഴ്ച ചേർക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട് ഡോറ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡോർ ഫുള്ളും തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച ചേർക്കണം. അപ്പോൾ നമ്മളിനി നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയാണ് ലിവിങ് ഏരിയ വരുന്നത്. കണ്ടോ ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ 16x15 ഡയമെൻഷനിലാണ് ഈ ലിവിങ് ഏരിയ വരുന്നത്. തൊട്ടിപ്പുറത്താണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ടോ. നല്ല വലിയൊരു ഡൈനിങ് ഏരിയ ഈ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ പിന്നെ നമുക്ക് അവിടെ കിച്ചണുണ്ട്. പിന്നെ ഇപ്പുറത്താണ് ബെഡ്റൂം വരുന്നത്. ഇവിടെ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർഫാൾസൊക്കെ അത് ആ ഭാഗത്താണ് വരുന്നത്. നമുക്ക് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയയാണ് നോക്കേണ്ടത്. കണ്ടോ ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ. അപ്പോൾ തറയിലെ ടൈൽ കണ്ടോ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയയ്ക്ക് നല്ല മാച്ച് ചെയ്യുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ സൈഡിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ സൈഡിലെ ചുമരിൽ ഫുള്ള് ടെക്സ്ചർ വർക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ പ്രൊഫൈൽ ചാനലൈറ്റ് സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള TV വരെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ടല്ലോ. താഴെ നമുക്കിവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഫുള്ളും തന്നെ മൾട്ടിവുഡ് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് വീടിൻ്റെ അകത്ത് വയ്ക്കുന്ന ധാരാളം പ്ലാന്റ്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഡോറ് വരുന്നത്. അതുവഴിയാണ് നമ്മൾ അകത്തോട്ട് പ്രവേശിച്ചിട്ട് വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയാണ് കണ്ടേണ്ടത്. ഈ ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ 15x15 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ മുകളിൽ കുറച്ച് കണ്ടോ ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് തന്നെയാണ് ഇവിടെ സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയാണ്. കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ. പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു മിറർ സിങ്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ PVC പാനലാണ് ഇതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു പാർട്ടീഷൻ പോലെ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. നമുക്കിവിടെ ഫ്രണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന്
ഡൈനിങ് ഏരിയ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയ ഈ പോർഷൻ വരുന്നുണ്ട്, ഡൈനിങ് ഏരിയ നമുക്കിതാ ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു കോട്ടയുടെ പോലെ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ ഭാഗത്ത് കണ്ടോ ഒരു വാട്ടർഫാൾ കൊടുത്ത് നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ വന്നിരുന്നാൽ തന്നെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. അതവിടെ പ്ലാന്റൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ ഇരിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ മുകളിൽ നമുക്ക് ഈ ഒരു ഷീറ്റ് ഇവിടെ ഇട്ടേക്കണമുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല വെട്ടവും നമുക്ക് അകത്തോട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വാട്ടർഫാൾ. ചെറിയൊരു സൗണ്ടൊക്കെ കേട്ട് നമുക്ക് ഇരിക്കുന്ന ഒരു വാട്ടർഫാളാണ്. ഇതിൽ കുറച്ച് മീനൊക്കെ കൊടുക്കുന്നുണ്ട് ടാങ്കിൽ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് കിണർ വരുന്നത്. അത് നമുക്ക് അപ്പോൾ അതവിടെ നമുക്ക് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് കിണർ അവിടെ സെപ്പറേറ്റ് ഈ ഭാഗത്താണ് ഇരിപ്പുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിവിടെ വരുന്നത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ ഇവിടെ തുറന്നിട്ട് വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകാം. ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടുത്തെ കിച്ചനാണ്. നമുക്ക് ഓപ്പൺ കിച്ചനാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തോട്ട് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള കബോർഡ്സ് ആണ്. കണ്ടോ, ഒരു ഒലിവ് ഗ്രീനും ഒരു വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിച്ചന് നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ബോർഡ് വർക്കിലാണ് നമുക്കിവിടെ കബോർഡ്സുകളെല്ലാം ചെയ്തിട്ടുള്ളത്. കണ്ടോ, ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഈ ഒരു കിച്ചണിൽ എന്ത് സാധനങ്ങൾ വേണോ, എത്ര സാധനങ്ങൾ വേണോ വയ്ക്കാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെയാണ് സിങ്ക് വരുന്നത്. അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാത്രമൊക്കെ കഴുകാൻ ഈസി ആയിട്ട് പറ്റും. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ ഉണ്ടോ, ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ഉണ്ട്. അവിടെയാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട്. എല്ലായിടത്തും നമുക്ക് കിച്ചണിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ വർക്ക് ഏരിയ നോക്കാം. ഈ ഭാഗത്താണ് വർക്ക് ഏരിയ വരുന്നത്. കണ്ടോ, ഇവിടെ നല്ല ഭംഗിയായിട്ടൊരു വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നനകല്ല് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു പൈപ്പ് കണക്ഷനൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ ഈ വീടിന് വരുന്നത്. അപ്പോൾ ആ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ നമുക്ക് ഈ വാഷിംഗ് ഏരിയയുടെ സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സീലിംഗിൽ വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ എല്ലാം തന്നെ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ എല്ലാ വിൻഡോയിലും ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു റൂം വരുന്നത്. നമ്മൾ ലിവിങ് ഏരിയയിലൊക്കെ ഉണ്ട് അതേ സെയിം ടൈം ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ മുകളിലൊക്കെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് എല്ലാം കബോർഡ്സായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഒരു 2 ഡോർ ടൈപ്പാണ് വാർഡ്രോബ് വരുന്നത്. അപ്പോൾ ഫുള്ള് തന്നെ നമുക്ക് ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. പിന്നെ അതായത് ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. കണ്ടോ, അങ്ങനെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഇപ്പം ഇത് PVC ഡോർ തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്തോട്ട് വരുമ്പോൾ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം തന്നെ ഒരു പ്രീമിയം ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ടൈലൊക്കെ തന്നെ നമുക്ക് മുകളിൽ വരെ വരുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിംഗ് വരുന്നുണ്ട്. ബാക്കി നമുക്ക് ഒരു പ്രീമിയം പ്രോഡക്റ്റ് തന്നെയാണ് നമുക്കിവിടെ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ കാണുന്ന സ്റ്റെയർ കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. സൈഡിൽ ഫുള്ള് നമുക്ക് പ്രൊഫൈൽ ചാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറി പോകുന്ന സൈഡിലെ ഹാൻഡിൽസ് ഫുള്ളും തടിയും നമുക്ക് ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഹാൻഡിൽസ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. അപ്പോൾ കയറി വരുന്ന ഈ ഒരു സൈഡ് പോർഷനിലൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വാൾ ആർട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ലിവിങ് ഏരിയ നമുക്ക് 14x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കയറിയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. ഈ ഒരു സ്റ്റെയർ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് ഇത്രയും സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ 3 ബെഡ്റൂമാണ്. 2 ബെഡ്റൂം ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്, അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയാണ് വന്നത്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ലിവിങ് ഏരിയ, പിന്നെ അവിടെ ഒരു ബെഡ്റൂം, 2 ബെഡ്റൂം ഇവിടെയാണ്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് ഏരിയ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമിന് നമുക്ക് വിത്ത് ബാൽക്കണി ഉണ്ട്. അത് നമുക്ക് കയറി കാണാം. ആദ്യം നമുക്ക് ഇവിടുത്തെ ചെറിയൊരു ബെഡ്റൂം നോക്കാം. ആദ്യം ഈ ഭാഗത്ത് ഒരു ചെറിയ ബെഡ്റൂമുണ്ട്. ഈ ഒരു ബെഡ്റൂം നമുക്ക് അപ്പോൾ 14x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ ബെഡ്റൂമാണ്. നമുക്കിവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് മുകളിൽ വരുന്നുണ്ട്. ഇവിടെ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്ത് നോക്കുമ്പോൾ നമുക്കൊരു
അപ്പോൾ സിമ്പിൾ ഒരു ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. എല്ലാ സജ്ജീകരണങ്ങളും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. അത് ഈ ഭാഗത്താണ് രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 16x12 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സെയിം നമ്മൾ താഴെ കണ്ട അതേ ഒരു ടൈപ്പിൽ തന്നെയുള്ള ഒരു വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളും തന്നെ മൾട്ടിവുഡിൽ വുഡൻ്റെ ഫിനിഷിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. അപ്പോൾ ഇവിടെ PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അകത്തോട്ട് വരുമ്പോൾ ഗ്രിപ്പിംഗ് ടൈലും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇതാ പ്രീമിയം ലുക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ടൈലിങ്ങും എല്ലാ സംഭവവും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ലാസ്റ്റ് ഒരു ബെഡ്റൂം കാണാം. അതായത് ഇവിടെയാണ് നമുക്ക് ഇവിടെ ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന് വിത്ത് ബാൽക്കണിയൊക്കെ ഉണ്ട്. ഈ ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് 15x12 ഡയമെൻഷനിലാണ്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് നമുക്ക് സീലിങ്ങിൽ വരുന്നത്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് ഇവിടെ ഒരു ടെക്സ്ചർ വർക്ക് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുറത്തോട്ട് ഒരു ബാൽക്കണി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമിന് നമുക്കൊരു 3 ഡോർ വരുന്ന വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. 3 ഡോർ വരുന്നുണ്ട്. പിന്നെ അത് ഇവിടെ ആയിട്ട് ഒരു മിറർ എല്ലാം വരുന്നുണ്ട്. അവിടെ സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ നമുക്ക് വാർഡ്രോബ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഈ ഭാഗത്തൊരു ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 12x4 ഡയമെൻഷനൊക്കെ ഉള്ള ഒരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെ കൊടുത്തേക്കുന്ന തറയിൽ ഗ്രിപ്പിംഗ് ടൈലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിന് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ ബാൽക്കണിയാണ്. ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ മെയിൻ ബാൽക്കണി വരുന്നത്. ഉണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബാൽക്കണി നമുക്ക് 14x6 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് സീലിങ്ങിന് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ മുകളിലോട്ട് പോകേണ്ട ഇത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി നമുക്ക് ഈ മുകളിലോട്ട് പോകാനാണ് ഇവിടെ സ്ഥലം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഫുള്ള് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് ഹാൻഡിൽസ് ഉണ്ട്, സ്റ്റീൽ ഗ്ലാസ് ടൈപ്പിലുള്ള ഹാൻഡിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 88 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഹോം ലോണൊക്കെ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയാണ്, അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലോട്ടോ 1 കോടിക്ക് പുറത്തോട്ടുള്ള ഏത് ബഡ്ജറ്റിലുള്ള വീടായാലും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിനുള്ള വീട് നമ്മുടെ ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീടുകളെല്ലാം തന്നെ വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിച്ചിട്ട് വരിക. അപ്പോൾ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.